ആക്രാന്തം. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. അക്കഥയുണ്ണാതങ്ങു നടക്കും മടിയനൊരാക്രാന്തം, ചെളിപുരളാത്തൊരു കതറുകയറ്റാൻ എരിപൊരിയാക്രാന്തം. എരിപൊരിയാക്രാന്തം. പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഞാൻ പുതുതായി ചാർജ് എടുത്ത വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ നിങ്ങളുമായി ചില പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ റിസോർട്ടിൽ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അത് നമ്മൾ മറ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഓഫീസിനെ കുറിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് പറയാം. സാർ, ഈ ഓഫീസിൽ വരുന്ന ആരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവരുടെ പ്രശ്നങ്ങൾ ഉടനെ പരിഹരിച്ച് കൊടുക്കാൻ നോക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. സാർ, ഈ ഡാറ്റ വിങ്ങിൽപ്പെട്ട ഭൂമി 10 സെന്റ് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും നോക്കാം. സാർ, ആ നിയമം വന്നതോടുകൂടി ആയിരക്കണക്കിന് അപേക്ഷയാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ആ പാവപ്പെട്ടവരെ കണ്ണീര് കുടിപ്പിക്കരുത്. ആരെ കണ്ണീരും കുടിപ്പിക്കണ്ടെന്ന് 10 20 തരട്ടെ, നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അതിന് നമ്മളിതാ രാമകൃഷ്ണ സാർ, റിട്ടയർഡ് വില്ലേജ് ഓഫീസർ രാമകൃഷ്ണ സാർ ഉണ്ടല്ലോ. അത് ഞാൻ തിരുവനന്തപുരം ഉണ്ടാകുമ്പോൾ, ആലപ്പുഴ ഉണ്ടാകുമ്പോൾ, കോട്ടയത്ത് ഉണ്ടാകുമ്പോഴും ഒക്കെ അദ്ദേഹമാണ് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നത്. അദ്ദേഹമാണ് എല്ലാം ഭാഗം. അങ്ങനെ കൈകാര്യം ചെയ്യാം നമുക്ക്. സാർ, ഈ പഞ്ചിങ് വന്നതിന് ശേഷം വളരെ ബുദ്ധിമുട്ടാണ്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം. രാവിലെ എഴുന്നേറ്റ് പശുവിനെ കറക്കണം, രണ്ടാമത് എൻ്റെ മോളെ കുഞ്ഞിനെ ഭാരം കൊണ്ടാക്കണം. വലിയ ബുദ്ധിമുട്ടാകും. രാവിലെ നിങ്ങൾ വരുന്നു ഓഫീസിലേക്ക്, വന്ന ഉടനെ നിങ്ങൾ പഞ്ച് ചെയ്ത് നിങ്ങൾക്കെല്ലാം ഫീൽഡിലേക്ക് പോവാം. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വൈകുന്നേരം വന്നിട്ട് വീണ്ടും പഞ്ച് ചെയ്യാം. അപ്പോൾ എന്താ, ആ രീതിയിൽ ചെയ്യുന്നതല്ലേ നല്ലത്? അത് നടക്കൂല സാർ. കൃത്യമായി പണിയെടുക്കണം. അതിനാ സർക്കാർ ശമ്പളം തരുന്നു. ഏട്ടാ, ഈ വില്ലേജ് ഓഫീസർ പണി എന്ന് പറഞ്ഞാൽ ശമ്പളമല്ല, കിമ്പളാണ് എൻ്റെ ആകർഷണം. അതാണ് എൻ്റെ നാട്ടുനടപ്പും. നിങ്ങൾ വാങ്ങിക്കോ, എന്നെ കിട്ടുക. പണിയെടുക്കണം. പണിയെടുത്താൽ മാത്രം ശമ്പളം. നമ്മുടെ പ്രധാന വരുമാന മാർഗമാണ് ഭൂമി തരംമാറ്റല്. അതിപ്പോ കണ്ടത്തിലോ വയലിലോ കുണ്ടിലോ കുളത്തിലോ ഒക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വരുമാന മാർഗമല്ലേ നിൽക്കുന്നത്. ആർക്കെല്ലാം കിട്ടാതെ വരും. പഞ്ചായത്തിൽ കിട്ടില്ല, കൃഷിഭവനിൽ കിട്ടില്ല, താലൂക്കിൽ കിട്ടില്ല. അപ്പൊ അത് നമ്മ ശ്രദ്ധിക്കണ്ടേ. ഞാൻ കൊല്ലത്തുണ്ടാകുമ്പോ ഈ പിള്ള സാറാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തത്. കൈക്കൂലി വാങ്ങാൻ ഇദ്ദേഹത്തെ കഴിച്ചിട്ടേ ആളുള്ളൂ. നിങ്ങളൊന്നും അറിയണ്ട, ആവശ്യക്കാരെ എന്നെ കാണും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി അവരെ കാണും. വിജിലൻസിനെ പേടിക്കുകയും വേണ്ട. നിങ്ങൾക്ക് ആരും സ്വന്തം കൈക്കൂലി വാങ്ങരുത്. എല്ലാം പിള്ള സാറ് നോക്കിക്കോളും. പിള്ള സാറെല്ലാം വാങ്ങും. അവരുടെ തസ്തിക അനുസരിച്ച് അദ്ദേഹം വീതം വെക്കും. എന്താ പോരെ? മാസം മുട്ടുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കും. എന്താ പോരെ? നമ്മുടെ എല്ലാ ഇടപാടും ഇങ്ങനെ ക്യാഷ്ലെസ് ആയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? സാർ, ഈ പണിക്ക് അന്നെ കിട്ടൂല. എനിക്ക് മാന്യമായി സർക്കാർ ശമ്പളം തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാനാവില്ല. സ്റ്റാഫ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങാനുള്ള പുതിയ തന്ത്രം തന്നെയല്ല. ഞാൻ പോകും. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ.